ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മണി ഹേസ്റ്റ് സീരീസിലെ ആദ്യ സീസണിലെ 13ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുന്നേ ഉള്ള എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോസ് കണ്ട ശേഷം ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. വീഡിയോസിന്റെ ലിങ്ക് ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ജസൈന്റയുടെ നേതൃത്വത്തിൽ 16 ഹോസ്റ്റേജസ് റോയൽ മിന്റിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. ഹോസ്റ്റേജസിൽ നിന്നും ഉള്ളിലുള്ള റോബറി ടീമിന്റെ വിവരങ്ങൾ പോലീസ് ചോദിച്ചു മനസ്സിലാക്കുന്നു. റോയൽ മിന്റിലെ CCTV ക്യാമറകൾ കൂടാതെ അവർ ചില ക്യാമറകൾ ഫിക്സ് ചെയ്തിരിക്കുന്നു. അതെവിടേക്കാണെന്ന് ജസീൻഡോ പറഞ്ഞു കൊടുക്കുന്നു. ബേസ്മെന്റിൽ തങ്ങളെ വെച്ച് ഒരു തുരങ്കം കുഴിക്കുന്നുണ്ടായിരുന്നു. അതുവഴിയാണ് അവർ രക്ഷപ്പെടുവാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് പബോളോ പറയുന്നു. ഈ സമയം റോയൽ മിന്റിൽ ഒസ്ലോ അബോധാവസ്ഥയിൽ കിടക്കുന്നു. ഹെൽസിംഗിയും മറ്റ് ടീം മെമ്പേഴ്സും ഒസ്ലോയ്ക്ക് മരുന്ന് കൊടുക്കുന്നു. ഈ സമയം ഹാളിൽ റിയോ ഹോസ്റ്റേജസിന് ആഹാരം കൊടുക്കുവാൻ ആരംഭിക്കുന്നു. ആലിസന്റെ ടീച്ചർ റിയോയോട് അവിടെ വെടിവെപ്പിന്റെ ശബ്ദം കേട്ടത് എന്താണെന്ന് അന്വേഷിക്കുന്നു. റോയൽ മിന്റിൽ നിന്നും 16 ഹോസ്റ്റേജസ് രക്ഷപ്പെട്ട വിവരം റിയോ അവരോട് പറയുന്നു. ഇത് കേൾക്കുന്ന ടീച്ചർ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു. റിയോ അവരോട് കൈയടിക്കുന്നത് നിർത്തുവാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ അവരത് ശ്രദ്ധിക്കാതെ ശക്തിയിൽ വീണ്ടും വീണ്ടും കൈതട്ടുന്നു. ഈ സമയം അവിടെ ഉണ്ടായിരുന്നവർ ഓരോരുത്തരായി എഴുന്നേറ്റ് കൈയടിക്കുവാൻ ആരംഭിക്കുന്നു. റിയോ ദേഷ്യത്തിൽ തോക്ക് ചൂണ്ടി എല്ലാവരോടും ഇരിക്കുവാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ അത് കേൾക്കുവാൻ ആരും തയ്യാറാകുന്നില്ല. ടോക്കിയോ ഈ സമയം ഹാളിലേക്ക് എത്തി വെടിവെക്കുവാൻ ആരംഭിക്കുന്നു. തങ്ങൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അടുത്ത ബുള്ളറ്റ്സ് അവർക്ക് നേർക്കായിരിക്കും ഷൂട്ട് ചെയ്യുന്നതെന്ന് ടോക്കിയോ ഭീഷണിപ്പെടുത്തുന്നു. ഹോസ്റ്റേജസ് എല്ലാവരും പേടിച്ച് തങ്ങളുടെ സ്ഥലത്തേക്ക് പോയി ഇരിക്കുന്നു. ഈ സമയം പ്രൊഫസറിന്റെ പ്ലാൻ കാണിക്കുന്നു. ഏതെങ്കിലും ചില ഹോസ്റ്റേജസ് രക്ഷപ്പെട്ടാൽ അവശേഷിക്കുന്നവർ തങ്ങളെ എതിർക്കുവാൻ സാധ്യതയുണ്ട്. ആ സമയം അവരെ ഭീഷണിപ്പെടുത്തുന്നതിന് പകരം അവരെ കൂടി തങ്ങളുടെ ഭാഗത്തേക്ക് ചേർക്കണം. ബെർലിനും നൈറോബിയും ഓരോ ഹോസ്റ്റേജസിനെ തനിയെ വിളിച്ച് സംസാരിക്കുന്നു. അവർ ഹോസ്റ്റേജസിന് 2 ഓപ്ഷൻ കൊടുക്കുന്നു. തങ്ങളുടെ കൂടെ നിന്നാൽ $1 മില്യൺ കൊടുക്കും. പക്ഷേ റോബറി ടീം രക്ഷപ്പെടുന്നതുവരെ അവർക്കൊപ്പം ഉണ്ടാകണം. അല്ലെങ്കിൽ അവർക്ക് ഉടൻ തന്നെ പുറത്തേക്ക് പോകാം. അവരെ വെറുതെ വിടുവാൻ റോബറി ടീം തയ്യാറാണെന്ന് പറയുന്നു. ചിലർ അതിന് സമ്മതിക്കുന്നു. മറ്റു ചിലർ ആലോചിക്കുവാൻ സമയം വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ സമയം അട്ടൂറ തങ്ങൾ എങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ $1 മില്യൺ കൂടെ കൊണ്ടുപോകും, പിടിക്കപ്പെടില്ലേ എന്ന് ചോദിക്കുന്നു. തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ റോബറി കഴിഞ്ഞ് ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് അയക്കാമെന്ന് ബെർലിൻ പറയുന്നു. എല്ലാവർക്കും ആലോചിക്കുവാൻ അവർ സമയം കൊടുക്കുന്നു. ഈ സമയം ഫ്ലാഷ് ബാക്കിൽ പ്രൊഫസർ തന്റെ പ്ലാൻ പറയുമ്പോൾ നൈറോബി ഒരു സംശയം ചോദിക്കുന്നു. തങ്ങൾക്ക് പണം വേണ്ട, പുറത്തേക്ക് പോയാൽ മതി എന്ന് പറയുന്നവരെ പുറത്തേക്ക് വിടുമോ എന്ന് അവൾ ചോദിക്കുന്നു. ഒരിക്കലുമില്ല, റോബറി അവസാനിക്കുന്നതുവരെ അവരെ ബേസ്മെന്റിൽ മറച്ചുവെക്കുമെന്ന് പ്രൊഫസർ പറയുന്നു. ഈ സമയം റക്കേലിന്റെ അമ്മ ലാൻഡ് ലൈനിലെ വോയിസ് മെയിൽ കേൾക്കുന്നു. അത് ഇമ്പോർട്ടന്റ് ആയ കാര്യമാണെന്ന് മനസ്സിലാക്കിയ അമ്മ പേപ്പറിലേക്ക് എഴുതി വെക്കുന്നു. ശേഷം റക്കേലിനെ വിളിക്കുന്നു. എന്നാൽ റക്കേലിന്റെ കോൾ കണക്ട് ആകുന്നില്ല. ഇതിനുശേഷം എന്ത് സംഭവിച്ചു എന്നതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. വെൽക്കം ടു മൈ ചാനൽ മല്ലു എക്സ്പ്ലനേഷൻ 2.0. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. റക്കേലിന്റെ അമ്മ റക്കേലിന് കോൾ ചെയ്യുന്നു. എന്നാൽ റക്കേൽ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അതിനാൽ പ്രൊഫസറിന്റെ നമ്പറിലേക്ക് കോൾ ചെയ്ത് റക്കേൽ അവിടെ ഉണ്ടോ എന്ന് അമ്മ ചോദിക്കുന്നു. റക്കേൽ അവിടെയില്ല, എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ താൻ നേരിൽ പോയി കാര്യം പറയാമെന്ന് പ്രൊഫസർ അമ്മയോട് പറയുന്നു. റക്കേലിന്റെ അമ്മ ഏഞ്ചലിന്റെ വോയിസ് മെയിലിനെ പറ്റി പറയുന്നു. പ്രൊഫസറിന് അത് തന്നെപ്പറ്റി തന്നെയാണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നു. റോബറിക്ക് വേണ്ടി വളരെ ബ്രില്യൻ്റ് ആയൊരു പ്ലാൻ ആയിരുന്നു പ്രൊഫസർ തയ്യാറാക്കിയിരുന്നത്. ഒരു തെറ്റ് പറ്റിയാൽ അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ പ്ലാൻ വർക്കായില്ല എങ്കിൽ പ്ലാൻ എ, പ്ലാൻ ബി എന്നിങ്ങനെ തന്റെ കൺട്രോളിലേക്ക് കാര്യങ്ങൾ എത്തിക്കും വിധമാണ് പ്രൊഫസർ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. തന്റെ പ്ലാനിലില്ലാതെ സംഭവിച്ചത് റക്കേലിനോടുള്ള റിലേഷൻ മാത്രമായിരുന്നു. തന്നെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ റക്കേലിന്റെ അമ്മയുടെ കൈവശമുണ്ട്. മറ്റു വഴികളില്ലാത്തതിനാൽ തന്റെ റൂൾ താൻ തന്നെ ബ്രേക്ക് ചെയ്യുവാൻ പ്രൊഫസർ തീരുമാനിക്കുന്നു. റക്കേലിന്റെ അമ്മയെ കൊല്ലുവാൻ പ്രൊഫസർ പ്ലാൻ ചെയ്യുന്നു. ഈ സമയം സെർവറോസ് ഹോസ്റ്റേജസിൽ നിന്നും കിട്ടിയ ഡീറ്റെയിൽസ് റക്കേലിനോട് പറയുന്നു. റഡാർ ഉപയോഗിച്ച് റോബറി ടീം ഏതു വഴിയാണ് തുരങ്കം കുഴിച്ച് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നതെന്ന് കണ്ടെത്തുവാൻ റക്കേൽ പറയുന്നു. പിയാട്രെ ഏഞ്ചലിന്റെ തിങ്സ് അവിടേക്ക് വെക്കുന്നു. ഏഞ്ചൽ സത്യസന്ധനാണെന്നും അയാൾ പോലും അറിയാതെ അയാളുടെ കണ്ണാടിയിൽ റോബറി ടീം മൈക്ക് ഫിക്സ് ചെയ്തിരുന്നു എന്ന വിവരം പിയാട്രെ പറയുന്നു. റക്കേൽ ഏഞ്ചൽ തനിക്കയച്ച വോയിസ് മെയിൽ കേട്ട് ഒരുപാട് വിഷമിക്കുന്നു. പ്രൊഫസർ റക്കേലിന്റെ വീട്ടിലേക്ക് എത്തുന്നു. കതക് തുറക്കുന്ന അമ്മയോട് താനാണ് കുറച്ചു മുന്നേ ഫോണിൽ സംസാരിച്ചതെന്ന് പരിചയപ്പെടുത്തി പ്രൊഫസർ വീട്ടിലേക്ക് കടക്കുന്നു. അവർ പ്രൊഫസറിന് വേണ്ടി കോഫി തയ്യാറാക്കുവാനായി തുടങ്ങുന്നു. പ്രൊഫസർ അവർ അറിയാതെ ആ കോഫിയിൽ വിഷം കലർത്തുന്നു.
ഇതൊന്നും അറിയാതെ സംസാരത്തിനിടയിൽ റഖേലിന്റെ അമ്മ കോഫി കുടിക്കുവാനായി എടുക്കുന്നു. എന്നാൽ കുറ്റബോധം കാരണം പ്രൊഫസർ ഗ്ലാസ് തട്ടിയെറിയുന്നു. അടുത്ത നിമിഷം തന്നെ റഖേലിന്റെ അമ്മ പ്രൊഫസറിനോട് ക്ഷമ ചോദിക്കുന്നു. താൻ അറിയാതെയാണ് ഗ്ലാസ് താഴേക്കിട്ടതെന്ന് അവർ പറയുന്നു. പ്രൊഫസറിന് റഖേലിന്റെ അമ്മയുടെ പെരുമാറ്റത്തിൽ നിന്നും അവർക്ക് അംനീഷ്യയാണെന്ന് മനസ്സിലാകുന്നു. അവർ എഴുതി വച്ചിരിക്കുന്ന പേപ്പർ നശിപ്പിക്കുകയും വോയിസ് മെയിൽ ഡിലീറ്റ് ചെയ്യുകയും ചെയ്താൽ തനിക്ക് രക്ഷപ്പെടാമെന്ന് പ്രൊഫസർ മനസ്സിലാക്കുന്നു. അതിനുവേണ്ടി പ്രൊഫസർ ഏഞ്ചൽ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയിരുന്ന പേപ്പർ എടുത്ത് തന്റെ പോക്കറ്റിലേക്ക് മറച്ചു വെക്കുന്നു. ശേഷം ഫോൺ കോൾ ചെയ്യുന്ന വ്യാജേന ഏഞ്ചൽ അയച്ചിരുന്ന വോയിസ് മെയിലുകൾ ഡിലീറ്റ് ചെയ്യുന്നു. ഈ സമയം റഖേൽ അവിടേക്ക് എത്തുന്നു. പ്രൊഫസർ അവൾക്ക് ചില പൂക്കൾ നൽകി അവളെ സർപ്രൈസ് ചെയ്യുവാനായി വന്നതാണെന്ന് പറയുന്നു. ശേഷം അവർ ഒരുമിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ട് ആഹാരം കഴിക്കുന്നു. വാർത്തയിൽ ഗൺഫയറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കണ്ടിരുന്നുവെന്ന് പ്രൊഫസർ പറയുന്നു. റഖേലിന് ഗൺഫയർ എന്ന വാക്ക് കേൾക്കുമ്പോൾ ചില കാര്യങ്ങൾ തോന്നുന്നു. റഖേൽ സെർവറോസിനെ വിളിക്കുന്നു. അവർ തോക്കുകൾ ഉപയോഗിക്കുന്നതിനാൽ ഹേസ്റ്റിന് മുന്നേ തീർച്ചയായും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകും. ബെർലിന്റെ മെഡിക്കൽ ഡീറ്റെയിൽസ് കിട്ടിയ ഫാർമസിക്ക് സമീപം ഇത്തരം പ്രാക്ടീസുകൾക്ക് പറ്റിയ സ്ഥലങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുവാൻ സെർവറോസിനോട് പറയുന്നു. പ്രൊഫസർ മുറിക്ക് പുറത്തു നിന്നും ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ സെർവറോസ് റോബറി ടീം ഉണ്ടായിരുന്ന സ്ഥലം കണ്ടെത്തുന്നു. തനിക്കൊരു സ്ഥലം വരെ പോകണം, കാറിൽ കൂട്ടിക്കൊണ്ടു പോകാമോ എന്ന് റഖേൽ പ്രൊഫസറിനോട് ചോദിക്കുന്നു. റോബറി ടീം 5 മാസത്തോളം താമസിച്ചിരുന്ന സ്ഥലം പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. റഖേൽ പ്രൊഫസറിനെ കാറിലിരുത്തി ബിൽഡിങ്ങിനുള്ളിലേക്ക് പോകുന്നു. പ്രൊഫസർ ആകെ ടെൻഷനിലാകുന്നു. ഈ സമയം അവിടേക്ക് വലിയൊരു പോലീസ് ഫോഴ്സ് തന്നെ എത്തിയിരുന്നു. ആ വീടിനുള്ളിൽ നിന്നും അവർക്ക് നിരവധി തെളിവുകൾ കിട്ടുന്നു. ആ വീടിന്റെ ഓരോ മുക്കും മൂലയും പരിശോധിക്കുവാൻ റഖേൽ ഓർഡർ ചെയ്യുന്നു. സെർവറോസ് റഖേലിനെ മുകളിലത്തെ നിലയിലേക്ക് വിളിക്കുന്നു. ആ മുറിയിൽ അവരുടെ ഫുൾ റോബറി പ്ലാനും ഉണ്ടായിരുന്നു. അവരുടെ ഫുൾ പ്ലാനും ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഒരു ക്ലൂ പോലും ഇല്ലാതെ പോലീസ് ഇതുവരെ എത്തി. ഇപ്പോൾ എല്ലാ പ്ലാനും മനസ്സിലാക്കിയ സാഹചര്യത്തിൽ പ്രൊഫസർ ഇനി എന്ത് ചെയ്യും? ഈ സീസണിലെ അവസാനത്തെ എപ്പിസോഡാണിത്. തുടർന്ന് എന്ത് സംഭവിക്കുമെന്ന് അടുത്ത സീസണിൽ അറിയാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.